ചുറ്റും ഒരുപാട് മുജാഹിദീങ്ങളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സുഖമാണ്, സലീംക്ക സുഖമാണ്. ഒരുപാട് ആളുകൾ എൻ്റെ ഒരുപാട് മുജാഹിദീങ്ങൾ വായക്കാട് നിങ്ങൾക്ക് അറിയില്ല, അയൽവാസികളൊക്കെ ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് തിങ്കളാഴ്ച കൊടുങ്ങല്ലൂർ പോകുന്നുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ. ഇൻഷാ അള്ളാഹ് പിന്നെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദ്വാരിക്കണം കേട്ടോ. നിങ്ങളെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലെത്തിയിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും വബറകാത്ത്. വഅലൈക്കും അസ്സലാം, ബറക്കത്തുണ്ടാവട്ടെ. ഇബ്രാഹിം സനു അൻസാറിയൊക്കെ ഉമ്മർ ലൈല വഅലൈക്കും അസ്സലാം. നജീബ് കുണ്ടോട്ടി സുറുമി ഷാഹിദ ഷഫി ലൈലമ്മ തങ്ങക്ക് റാഹച്ചാണ്. സുറുമി തങ്ങക്ക് റാഹച്ചാണ്. മൊയ്തീൻ മൻസൂർ മാഷാ അല്ലാഹ്. ജംഷീർ കുറച്ച് ദിവസം കണ്ടിട്ടില്ലല്ലോ. ആലപ്പുഴ ആബിദ് ഹമീദ് സംസുദ്ദീൻ അഷ്റഫ് ക നൂർജഹ് അല്ലാഹു റാഹത്ത് നൽകട്ടെ. ഷബിന ഷമീർ കുഞ്ഞു കമ്മുക്ക റാഹത്തല്ല, തങ്ങളെ റാഹത്തല്ല. ജമാൽക്ക റാഹത്താണ്. അബൂ താഹിർ മുത്തു അരപ്പുഴ അബ്ദുൽ നാസർ ഷാഹിദ ഷഫി മൊയ്തു കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാൽ നിങ്ങൾ നെറ്റില്ല എന്ന് പറയും. മാഷ നാട്ടില്ല. മാഷാ അല്ലാഹ്. സിക്കിനത്തെ കുറച്ച് കണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാൽ നിങ്ങൾ നെറ്റില്ല എന്ന് പറയും. മാഷാ അല്ലാഹ്. അല്ലാഹു റാഹത്താകട്ടെ. സജിന ഷാജി റാഹത്തല്ല. മുസ്തഫ മുത്തുയാണ് ചങ്ങളെ. ഇന്ന് ചേലമാൻ പെരുമാളിന്റെ നാട്ടിലാണ്. കൊടുങ്ങല്ലൂർ എന്ന് പറയപ്പെടുന്ന ഹിബ നിങ്ങൾക്ക് പ്രതീക്ഷിക്ക. നിങ്ങൾക്ക് നിങ്ങൾ ആമീൻ. ഐഷ ഫീസ് മാഷാ അല്ലാഹ്. ഷബിന ഷമീർ അല്ലാഹ്. 27ാമത്തെ ദിവസമാണ്. വാപ്പറ്റി ശരീരത്തിന് സുഖത്തിന് വേണ്ടി ദ്വാരിക്കണം അല്ലാഹ്. ഇന്നൊരു സഹോദരി വിളിച്ചു. അൽഹംദുലില്ലാഹ്. ആ സഹോദരി പരിപാടി കാണുന്നുണ്ട്. വല്ലാഹി ആ സഹോദരി വിളിച്ചിട്ടെന്നും രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളെ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് തങ്ങളെ, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ് തങ്ങളെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കരയാതെ നിങ്ങൾ കാര്യം നിങ്ങൾ പറയൂ. നിങ്ങൾ കരയാതെ നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. എന്നോട് സഹോദരി പറഞ്ഞു, തങ്ങളെ ഞാൻ ഒരുപാട് പ്രയാസത്തിലായിരുന്നു. എനിക്ക് 3 മക്കളുണ്ട് തങ്ങളെ. ഞാൻ നിങ്ങൾ അടുത്ത് വന്നിട്ടുണ്ട്. എന്റെ ഭർത്താവ് അന്യൊരു സ്ത്രീയുമായിട്ട് കൊടുങ്ങല്ലൂരിലെ സ്ത്രീക്ക് 3 കുട്ടികളാണ്. തങ്ങളെ എനിക്ക് ചെലവിന് തന്നിട്ട് 9 മാസമായി. എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്റെ മക്കളോട് സംസാരിച്ചിട്ട് ആ സഹോദരി വല്ലാഹി ആ സഹോദരി പൊട്ടി കരഞ്ഞിട്ട് പറയാണ്, ഞാൻ നമ്മളെ പരിപാടി ആരൊക്കെ എന്നോട് പറഞ്ഞു, തങ്ങളെ പരിപാടി നടക്കുന്നുണ്ട്, നിങ്ങളെ പരിപാടി നടക്കുന്നുണ്ട്, അതിന് നീ പങ്കെടുത്തോ, ദിവസവും നീ ഇതിന് ആമീൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ്. ഞാൻ കുറച്ച് ദിവസമായി തങ്ങളെ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല. നെറ്റിനെ കുറിച്ച് എന്താണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് എടുത്ത് അൽഹംദുലില്ലാഹ് ഞാൻ ദ്വാരം പങ്കെടുക്കാറുണ്ട്. തങ്ങൾ ദ്വാരിക്കുമ്പോ ഞാൻ കരയാതെ, എന്റെ ഉമ്മ കരയാതെ ഞങ്ങൾ ഈ പരിപാടി ഒന്നും ഞങ്ങൾ മാറിയിട്ടില്ല. നിങ്ങൾ പരിപാടി നിങ്ങൾ ദ്വാരിക്കുമ്പോ ഞാൻ കരയാറുണ്ട്. എന്റെ ഉമ്മയും ഞാനും കരയാറുണ്ട്. ചങ്ങള് ഭർത്താവ് എന്നെ വിളിച്ചു, എന്റെ മക്കളെ വിളിച്ചു. ഒരുപാട് വേദനകൾ الحمد لله رب العالمين
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم أرحم الراحماയ താജ് സയ്യിദായ മലിക്കുൽ മുലൂക്കായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങൾ ഓതിയ സലാത്തുണ്ടല്ലോ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ സലാത്തുണ്ടല്ലോ 4600 കിലോമീറ്ററുകൾ പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ ചങ്കിലച്ചോരയായ ഹബീബായ റസൂലുള്ളാഹി തങ്ങളത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ്, ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് ഈ പരിപാടി കാണുന്ന 10,000-കണക്കിന് ആളുകളുണ്ട് റബ്ബേ. അവിടെ പൽവിൽ ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. മക്കളെ കുറിച്ച് വേദനയുണ്ട്, വീടില്ലാത്ത വേദനയുണ്ട്, മക്കളില്ലാത്ത പ്രയാസങ്ങളുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, എത്രയോ 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 വേദനകളുണ്ട്. ഹബീബേ, ദിവസമായി ഈ സമയത്ത് വന്നിട്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, നിന്നെ മുഖാന്തരം വെച്ച് ഞങ്ങളെ അല്ലാഹുവിനോട് വെച്ചിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രവാസികളുടെ വേദനകൾ ചോദിക്കുന്നു, ഞങ്ങളെ വേദനകളും ഞങ്ങളെ ത്യാഗങ്ങളും നിന്നോട് ഞങ്ങൾ പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങള് വായക്കാടുള്ള ഒരു കോട്ടേഴ്സിലാണ്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇവർ. ഈ ബിൽഡിങ്ങിന്റെ ചുറ്റും ഒരുപാട് മുജാഹിദീങ്ങളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ. കാരണം എന്താ വെച്ചാൽ